ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതിൻ്റെ ബഹുസ്വരതയായിരുന്നു. അനേകം വിശ്വാസങ്ങൾ, അനേകം പ്രത്യയശാസ്ത്രങ്ങൾ, അനേകം രാഷ്ട്രീയ വിചാരങ്ങൾ, അനേകം പ്രാദേശിക സംസ്കാരങ്ങൾ, അനേകം ഭാഷകൾ, അനേകം കലാരൂപങ്ങൾ, സാഹിത്യരൂപങ്ങൾ, ഇവയെല്ലാം ചേർന്ന ഒരുപക്ഷെ യൂറോപ്പിനെ പോലുള്ളൊരു മഹാഭൂഖണ്ഡത്തെ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിൽ അനേകം സ്വരങ്ങളുള്ള ഒരു വീണ എന്ന പോലെ പ്രവർത്തിക്കുന്ന, എന്നിട്ടും ഒരൊറ്റ രാഗം പുറപ്പെടുവിക്കുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അനേകം വർഷങ്ങളിലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ ഇന്ത്യ വിദ്വേഷരഹിതമായ, പരസ്പര സഹിഷ്ണുതയുടേത് മാത്രമല്ല പരസ്പര ബഹുമാനത്തിൻ്റെതായ ഈ ഇന്ത്യ ശൈഥില്യത്തിൻ്റെ വക്കിലാണ് എന്ന് 100 വർഷത്തിലേറെ എടുത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ വിഭാഗം മനുഷ്യർ ഇന്ത്യയിൽ തങ്ങളുടേതായ ഒരു ഭരണകൂടം നിർമ്മിക്കുകയും ഒരു ഹിന്ദുത്വ ഇന്ത്യയെക്കുറിച്ച്, ഒരു ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് വിഭജനകാലത്ത് ആരംഭിച്ച സംസാരത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും അത്തരമൊരു ഇന്ത്യയുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള നശീകരണ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു.